कभी जीतने के लिए कुछ हारना भी पड़ता है, और हार कर जीतने वाले को बाजीगर कहते हैं। आपके प्यार में देख के आपको जरा तस्वीर से तो निकल के सामने आ, मेरी महबूबा, मेरी महबूबा। कहता है पल पल तुमसे होके दिल ये दीवाना, कहता है पल पल तुमसे होके दिल ये दीवाना। जो फिर कसमें खाई थी हमने, वादा किया था जो मिलके, तूने ही जीवन में लाया था मेरे सवेरा। അപ്പോൾ നമ്മളിപ്പോൾ കാബോഡി റാമ എന്ന് പറഞ്ഞ ഗോവൻ ഒരു ബീച്ചിനടുത്ത് വാങ്ങിയത്. ഇതൊരു ആക്ച്വലി ഇതൊരു ക്ലിഫ് പോലെയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്കത് കാണാൻ പറ്റും. നല്ല രസമുണ്ട്. നമ്മുടെ വർക്കലയുടെ ഒരു ഇതാണ്. അപ്പോൾ അത് ഒന്ന് മസ്റ്റ് വിസിറ്റ്സ് സ്ഥലങ്ങളിലുള്ളതാണ്. ഓക്കെ, എനിക്കിഷ്ടപ്പെട്ടത് നമുക്ക് നല്ല ക്ലിയറാണ്. നമ്മളവിടുത്തെ കുറച്ചും കൂടെ ആ മണൽ കാണുമ്പോൾ അറിയാം. അങ്ങനെ അധികം അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ആൾക്കാർ. അതുകൊണ്ടായിരിക്കും ആ ഒരു ഇത് നോക്കുമ്പോൾ ആ പാറക്കെട്ടും ആ മണ്ണ് കൂടുതൽ കുളിക്കാൻ പറ്റും. നല്ല ആഴമുണ്ടെന്ന് തോന്നുന്നു. പച്ചക്കളർ മാത്രമല്ല അതിനകത്ത് പാറയും കൂടെ ഉണ്ട്. സൂപ്പർ, മസ്റ്റ് വിസിറ്റ്. ആൾക്കാർ വന്ന ക്ലിഫിൻ്റെ സൈഡിൽ അതുകൊണ്ട് അവിടെ ചില ആൾക്കാരൊക്കെ നമ്മുടെ എഡിലൊക്കെ വന്ന് നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഭയങ്കരമാണ് ഫോട്ടോ. നമ്മൾ കർണാടകയുടെ ഏറ്റവും നോർത്തേൺ കർണാടക അവിടുത്തെ മുരുടേശ്വർ മഹാബലേശ്വർ ടെമ്പിളിൻ്റെ അവിടെ വരാൻ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് പാടങ്ങളൊക്കെ ഉണ്ട്. ഉപ്പുകാടാണെന്ന് തോന്നുന്നു. കടലുമായിട്ട് ലേക്കുമായിട്ട് അത് കടലല്ല, ഒരു ഉപ്പുവെള്ളം കയറ്റിയിട്ടുള്ള പരിപാടി. അതിൻ്റെ ഒരു ബോട്ടൊക്കെ ഇവിടെ കിടന്ന് ചെളിവെള്ളത്തിൽ മാൻഗ്രൂവ് ഫോറസ്റ്റും ഒക്കെ ഉണ്ട് ആ ഏരിയ. ചന്ദ്രൻ അവിടെ ഇങ്ങനെ ഉദിച്ചു നിൽപ്പുണ്ട്. അതിമനോഹരമായ സ്ഥലമല്ലേ. ഇവിടെയൊക്കെ സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റും. നമ്മളെ വണ്ടി ഇതാണ് ജിങ്കാന വണ്ടി, മയിൽ വാഹനം. ഹലോ, അതെ, ഇത് നമ്മളിപ്പോൾ മുരുടേശ്വർ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്, കർണാടക ഡിസ്ട്രിക്റ്റിൽ. അപ്പോൾ ഇത് അവർ പറയുന്നതനുസരിച്ച് ഇത് സെക്കൻഡ് ലാർജസ്റ്റ് സ്റ്റാച്യു ഓഫ് ശിവ ഇൻ ദ വേൾഡ്. പിന്നെ ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 9 to 1 ആൻഡ് 3 to 5. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് വന്നാൽ അകത്തൊക്കെ കയറാൻ പറ്റും. പിന്നെ സ്റ്റാച്യുവിൻ്റെ അടുത്തോട്ടൊന്നും പോയില്ല. നമ്മൾ പോയതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റും. ഇത് ഏകദേശം ഒരു 123 അടിയാണുള്ളത് സ്റ്റാച്യുവിന്. അപ്പോൾ അത് നോക്കിയിട്ട് ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. അടുത്ത് ബീച്ചുണ്ട്, ഒരു 140 കിലോമീറ്റർ ഫ്രം മാംഗ്ലൂർ എയർപോർട്ട്. അതാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇത് അതിൻ്റെ ആ ഒരു ഗോപുരമാണ്. അതിനകത്തുനിന്ന് നമുക്ക് വേണമെങ്കിൽ ലിഫ്റ്റ് വഴി മുകളിലോട്ട് പോകാം. പക്ഷേ ഇപ്പോൾ അത് ടൈമല്ല. ഇനി എനിക്ക് 3 മണിക്ക് ഇത് ഓപ്പൺ ആവും. നമ്മൾ ഇതിനകത്തുള്ള ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ട് നോക്കാമെന്ന് വിചാരിച്ചു. हम न होंगे जुदा, ये मेरी धड़कने सुन रहा है
कल मानो वही मैं ख्वाब हूँ तुमको है कुछ हो गया आहों में आगे बढ़ते हो दीवाने हो तुम दीवाने दीवानी बात करते हो आप जो इस ख्यालों से लड़ पाएंगे ऐसे पागल हो जाएंगे है खूबसूरत ये पल सब कुछ रहा है बदल सपने നമസ്കാരം. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് മൂകാംബികയിലാണ് ക്ഷേത്രത്തിൽ. അപ്പം ഇത് കുറച്ച് പഴക്കമുള്ള ക്ഷേത്രമാണ്, അത് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പം നമ്മളെ ഈ എസ്പെഷ്യലി ഈ വിദ്യാ സംബന്ധമായ കാര്യങ്ങൾക്ക് വന്നാൽ ഒന്ന് ഇവിടെ വന്നിട്ട് പോകുന്നത് കുറച്ച് നല്ലതാണ്. പിന്നെ നമ്മളെ സഹ്യാദ്രിയുടെ മടിത്തട്ടിൽ തന്നെയാണ് ഇത്. ക്ലൈമറ്റും വലിയ കുഴപ്പമില്ല, അഡ്ജസ്റ്റബിളാണ്. ഒരു 30 പ്ലസ് ഓർ മൈനസ് ഇങ്ങനെ രാവിലെ ഉണ്ട്. എന്നാലും ചൂടില്ല എന്ന് പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം ചൂടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുതിരമുഖി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകും. കുതിരമുഖ്. പിന്നെ അതുവഴി അങ്ങനെ പോയി അപ്ഡേറ്റുകൾ തരാം. में जो ढल रहे हैं दिल के बदले सनम तिनक दिन ताना दर्द दिल ले चुके बजाना तिनक दिन അപ്പോൾ ഇതാണ് നമ്മുടെ സൗവർണികാരത. അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്, വലിയ അഴുക്കുകളൊന്നുമില്ല. ഈ പൂക്കളൊക്കെ കൊണ്ടിടുന്ന ഭക്തന്മാരിടുന്ന പൂക്കളും അതും ഇതൊക്കെ ഉള്ളൂ. ഇപ്പോൾ നോക്കിയാൽ അത്ര വെള്ളവും നല്ല ക്രിസ്റ്റൽ ക്ലിയർ തന്നെയാണ്. ചെറിയ ചെറിയ മീനുകളൊക്കെ ഓടി കളിക്കുന്നുണ്ട്. കരിമീനാണ്. കരിമീൻ എങ്ങനെ ഒരെണ്ണത്തിന് കണ്ടല്ലോ. കരിമീനല്ല, മറ്റേ കണ്ടതാണ് പരല് ഉപ്പൻ പരൽ. आपके प्यार में हम संवरने लगे देख के आपको हम निखरने लगे हाँ प्यार मेरा पहला प्यार है അപ്പോൾ നമ്മൾ സൗവർണിക പുഴയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ഇത് കഴിഞ്ഞ് കുറച്ച് യാത്രകളുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഉണ്ട്, വെയിലായതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഒന്ന് തല കാണിച്ചിട്ട് പോകാൻ വിചാരിച്ചു. അപ്പോൾ കുറേ കുരങ്ങന്മാരും ഉണ്ട്, പശുവും പട്ടിയും എല്ലാം ഉണ്ട്. ഒരു ക്ഷേത്രമുണ്ട്, ചെറിയൊരു ക്ഷേത്രമുണ്ട്. നല്ല ബോഗെയില്ല പൂക്കൾ. സൗവർണിക നദിയാണിത് അല്ലേ? തൊട്ടു അത്രേ ഉള്ളൂ. ഇനി കുളിക്കാനുള്ള സൗകര്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് നോക്കാം.